നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ വധശിക്ഷ കാത്ത് ഗൾഫ് രാജ്യങ്ങളിലെ ജയിലിൽ കഴിയുന്നുണ്ട്. ചില കേസുകളിൽ ദയാവധം കൊടുത്ത വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രവാസി വ്യവസായിയായ MA യൂസഫ് അലി തന്നെ കൊണ്ടാവുന്ന ഇടപെടലുകളും സഹായങ്ങളും എല്ലാം നടത്തി വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരുടെ മോചനത്തിനായി ഇടപെടാറുണ്ട്. ഇത്തരത്തിൽ യമനിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കാര്യത്തിലും അദ്ദേഹം ഇടപെട്ട് വരികയാണ്. ഇപ്പോൾ അത്തരത്തിൽ തന്നെ MA യൂസഫ് അലിയുടെ ഇടപെടലിലൂടെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി അദ്ദേഹത്തെ ഒരു ചടങ്ങിൽ വെച്ച് ആദ്യമായി നേരിൽ കണ്ടിരിക്കുകയാണ്. പ്രവാസിയായിരുന്ന തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി ബ്രെക്സ് കൃഷ്ണനാണ് വധശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിച്ച MA യൂസഫ് അലിയെ നേരിൽ കണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചത്. കേരള വിഷൻ നെടുമ്പാശ്ശേരിയിൽ സംഘടിപ്പിച്ച എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം പദ്ധതിയുടെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് യൂസഫ് അലിയും ബ്രെക്സും ആദ്യമായി കണ്ടുമുട്ടിയത്. ഭാര്യ വീണയും മകൻ അദ്വൈതും ബ്രെക്സിനൊപ്പം ഉണ്ടായിരുന്നു. അബുദാബിയിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്ന ബ്രെക്സിന്റെ ജീവിതം മാറ്റിമറിച്ചത് 2012 സെപ്റ്റംബറിൽ നടന്ന കാർ അപകടമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മുസഫയിലേക്ക് പോവുകയായിരുന്ന ബ്രെക്സിന്റെ കാർ ഇടിച്ച് സുഡാൻ പൗരനായ കുട്ടി മരിച്ചു. കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിൽ അബുദാബി പോലീസ് ബ്രെക്സിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടിയുടെ ഇടയിലേക്ക് കാർ പാഞ്ഞു കയറിയാണ് മരണം സംഭവിച്ചതെന്ന് CCTV തെളിവുകളിലൂടെയും സാക്ഷി മൊഴികളിലൂടെയും അടിസ്ഥാനത്തിൽ തെളിഞ്ഞു. UAE സുപ്രീം കോടതി 2013 ബ്രെക്സിന് വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഈ വാർത്ത കേട്ട് തകർന്നുപോയ ബ്രെക്സിന്റെ കുടുംബം ബന്ധുവിന്റെ നേതൃത്വത്തിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയെ ബന്ധപ്പെട്ട് ബ്രെക്സിന്റെ മോചനത്തിനായി ഇടപെടാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയായിരുന്നു. അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി അദ്ദേഹം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപ ദയാധനമായി നൽകാമെന്ന് ഉറപ്പു നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രെക്സ് കൃഷ്ണന്റെ വധശിക്ഷ റദ്ദാക്കാൻ കോടതി ഉത്തരവിട്ടത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ കുവൈത്തിൽ പ്രവാസികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. ഭാര്യമാരെ കൊലപ്പെടുത്തിയ കേസിൽ 2 വിദേശികൾക്കാണ് കോടതി വധശിക്ഷ വിധിച്ചത്. സുഡാൻ, ഈജിപ്ത് പൗരന്മാർക്കാണ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ വിധിച്ചവരിൽ പ്രവാസികളൊന്നും തന്നെ ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് എന്നോണമായിരുന്നു ഈ നടപടി. വിവാഹമോചനം നേടിയ ശേഷം മക്കളോടൊപ്പം ഇതേ ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്ന യുവതിയെ സുഡാൻ പൗരൻ കുത്തിക്കൊലപ്പെടുത്തി. ഈ കേസിലാണ് ഇയാൾക്ക് വധശിക്ഷ വിധിച്ചത്. ഫിലിപ്പീൻസുകാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഈജിപ്തുകാരൻ രാജ്യം വിട്ടിരുന്നു. ഇയാളുടെ അഭാവത്തിലാണ് വധശിക്ഷ വിധിച്ചത്. ഇവരുടെ 3ാമത്തെ കുട്ടിയെ കിൻഡർഗാർഡന് സമീപം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷകൾ തന്നെ വിധിക്കാനാണ് കുവൈറ്റ് ഭരണകൂടത്തിന്റെ തീരുമാനം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.